അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടതായിട്ട് നിങ്ങൾ അറിഞ്ഞു? അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഒരു ഭർത്താവാണ്. ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഫസ്റ്റ് ദിവസം വന്നപ്പോഴത്തേക്ക് ഞാൻ ചൂടോളം ചോദിച്ചു, എവിടെ തന്നില്ല. രണ്ടാമത്തെ ദിവസം വന്നു, ഞാൻ ചൂടോളോട് പോലീസുകാരനാണ്, അപ്പൊ അതേ ഗാംഭീര്യം ചോദിക്കണ്ടേ, കയ്യും കാലം ഉണ്ടല്ലോ എടുത്താണ് കൂച്ചോ എന്നോട്. മൂന്നാമത്തെ ദിവസം ഞാൻ ചോദിച്ചു, അന്നും ചൂടോളം തന്നില്ല. പിന്നെ ദേഷ്യം വരില്ല, നമുക്ക് ആണുങ്ങൾക്ക് ദേഷ്യം വരില്ല. ചൂടുവെള്ളം തരാത്തേനാണോ? ഇങ്ങനെ ഉണ്ടാ ഭഗവാനെ ചൂടുവെള്ളം തന്നില്ല? ഇങ്ങനെയൊക്കെയാണോ ചൂടുവെള്ളം തരാത്തേനുള്ള പ്രതികാരം? അല്ല, ഇവിടെ ചൂടുവെള്ളം ഇരിപ്പുണ്ടോ സാറേ? അടുക്ക കൂടാതെ ഇവിടെ ഫ്രിഡ്ജുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്. കാര്യം കേട്ടാ, നമുക്കത് സെറ്റാക്കാം. അല്ല, ചൂടുവെള്ളം വേണമെങ്കിൽ വേണ്ട. അത് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബക്കാരൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ, DGP ആണ്, പോലീസാണ്, നാണക്കേടാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ഒതുക്കി തരണം. ഓക്കെ, നമുക്ക് എന്റെ മൈൻഡിൽ നിന്ന് മാറ്റി തരണം. നമുക്ക് ശരിയാക്കാം. ഈ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയാലോ? നമുക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കുട്ടിക്കാനത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ചേട്ടച്ചൻ അവിടെ അല്ലേ ഉള്ളത്. അവിടെ ചെന്ന് കഴിയാൻ നിർത്തി കാര്യങ്ങളൊക്കെ പുള്ളി അറിയത്തില്ലേ. ഇത് പുള്ളിയെ പെട്ടെന്ന് അറിയിക്കാനുള്ളൂ. ഒരു മനസമാധാനത്തിൽ ഇതെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടിക്കാനത്തോട്ട് പോകേണ്ട കാര്യമില്ല. ഇതെന്താ സംഭവം? സാർ എഴുതി തന്ന മരുന്ന്. എഴുതി തന്ന മരുന്ന്? ഇതിന് ഇത്രയും മരുന്ന് കിട്ടിയ? ഞാൻ ഇത് അവിടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഈ ചെറിയൊരു വാക്ക് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇത്ര മരുന്ന് അവർ തന്നു വിട്ടു. ഇതാണ് ഇപ്പോഴത്തെ മെഡിക്കൽ സ്റ്റോറിന്റെ അവസ്ഥ. എന്തെങ്കിലും തലയിരിച്ചെഴുതി കൊടുത്താൽ പറഞ്ഞു കൊടുത്തുവിടുന്ന സാധനങ്ങളുണ്ട്. ഇതാണ് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ച്. ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം. അതായത് മുയലും ആമയും കൂടെ ഓടിയ കഥ അറിയോ? മുയലമ്മയും ആമയും കൂടെ ഓടിയിട്ട് ഏകദേശം പകുതി എത്തിയപ്പോ മുയലിന് ക്ഷീണം വന്നപ്പോഴത്തേക്ക് മുയൽ മരത്തിന്റെ ചോട്ടിൽ കിടന്ന്, ഈ സമയത്ത് ആമ നേരെ ഓടിച്ചെന്ന് രക്ഷപ്പെട്ട്. ഈ സാധനമല്ലേ സാറ് പറയാൻ പറ്റത്? ഇതൊക്കെ ആർക്കറിയാൻ മേലാത്ത സാധനമാണ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഇതാണോ ഈ ഇതെന്ന് പറഞ്ഞു തരേണ്ടത്? കല്യാണം കഴിഞ്ഞായിരുന്നോ? കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടികള്? കല്യാണം കഴിക്കാതെ കുട്ടികളുണ്ടാവില്ല. ഇല്ല. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികൾ. എപ്പോ വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. 20 EMI ഉണ്ട്. പറഞ്ഞോട്ടെ? പറഞ്ഞോ. അപ്പൊ ആമയുടെ വീട് 2 കൂട്ടുകാര് കാട്ടിലൂടെ നടന്നിങ്ങനെ പോകുമായിരുന്നേ. കാട്ടിലൂടെ നടന്നു പോയ സമയത്ത് ഒരു കരടി. കരടി ഉണ്ടാവും? പിന്നെ കാട്ടി കരടിയില്ലേ? ഈ കരടിയെ കണ്ട് പേടിച്ച് ഒരുതരം ഇങ്ങനെ ഒരു കൂട്ടുകാരൻ താഴത്ത് കിടന്ന്, മറ്റേ മരത്തിന്റെ മേലോട്ട് കയറി. ഈ സമയത്ത് കരടി നേരെ താഴത്ത് കിടക്കുന്നതിന്റെ ചെവി വന്നിട്ട് പറഞ്ഞ്, കൂട്ടത്തിൽ നിൽക്കുന്നവന് വിശ്വസിക്കാത്തവന് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, നീ എഴുന്നേറ്റ് പൊക്കോന്ന് പറഞ്ഞിട്ട് പോയ കഥയല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു EMI കുട്ടികള് പറഞ്ഞായിരുന്നു ഒരേ കാര്യം, ജീവിച്ചു പൊക്കോട്ടെ. എന്റെ സാറേ, ഇത് ഉടായ്പ് കേസാണ്. ഈ പുള്ളിക്കാരൻ ഇത്രയും നേരം ഇവിടെ വന്നിട്ട് സാറിന് എന്തെങ്കിലും ഒരു നല്ല മോട്ടിവേഷൻ സാധനം പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല മോട്ടിവേഷൻ? പുള്ളി ഡോക്ടറല്ലേ? എന്ത് ഡോക്ടറാണെങ്കിലും ഒരു നല്ല മോട്ടിവേഷൻ സാധനം ചെയ്യണം. ചെയ്യുമല്ലോ, നീ സമ്മതിക്കാത്തത്? എന്റെ പൊന്നെ, ഈ ഇരിക്കുന്ന ആൾ ആരാണെന്നറിയാം? എത്ര പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടുള്ള ആളാണെന്നറിയാമോ? മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന ആള് കുറച്ച് ധൈര്യത്തിന് വേണ്ടി വരുമ്പോൾ അതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഉപദേശമല്ല കൊടുക്കേണ്ടത്. കുറെ നേരിട്ട് മുയലിന്റെ കഥ, കരടിയുടെ കഥ. ഇയാളൊന്നും ചേട്ടാ സാറേക്ക് വന്നേ. എന്റെ സാറേ, ഈ ഉപദേശമോ കാര്യത്തിന്റെ ഒന്നുമില്ല. സാറ് നല്ലൊരു മനുഷ്യനാണ്. സാറിന് പേടിയുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ സാറിന് പറഞ്ഞു. സാറിന്റെ പേരിൽ ഇല്ലാത്ത കേസുകൾ വരാൻ നേരത്ത് സാർ അതെന്താണ് ചെയ്യുന്നത്? അത് വേറൊരു തലയെ കെട്ടി വെച്ച് കൊടുക്കും. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്.